ദൃക്സാക്ഷികൾ പറഞ്ഞത്. അങ്ങനെ 2 വാഹനങ്ങൾ, അതിൽ ഏത് വാഹനത്തിൻ്റെ ആക്സിലും ടയറും അടങ്ങുന്ന ഭാഗമാണത് എന്നതാണ് അറിയേണ്ടത്. അശോക് ലെയ്ലാൻഡ് ആണോ ഭാരത് ബെൻസ് ആണോ എന്നുള്ളതിൽ മനാഫിനൊരു വ്യക്തത വരുത്താൻ കഴിയും. ഗംഗാവലിയിൽ നിന്ന് ഇപ്പോൾ നേരത്തെ സിഗ്നൽ കിട്ടിയ ഭാഗത്ത് നിന്ന് കുറച്ച് മാറി കിട്ടിയ ഒരു വാഹന ഭാഗമാണിത്. 2 ടയറുകളും അടങ്ങുന്ന ഭാഗം ഇപ്പോൾ പുറത്തെടുത്തിരിക്കുകയാണ്. ഈശ്വർ മാൽപേ നടത്തിയ ഡൈവിൽ കണ്ടെത്തിയത് ഈ ടയറുകളായിരുന്നു. അത് അർജുൻ്റെ വാഹനത്തിൻ്റെതാണോ എന്നറിയുന്ന സമയമാണ് ഇനി നമുക്ക് മുന്നിലുള്ളത്. ദീപക് മലേമ മനാഫിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്ന് കരുതുന്നു. ഇത് ഭാരത് ബെൻസിൻ്റെ ട്രക്കിൻ്റെ ഭാഗമാണോ എന്ന് ലോറി ഉടമ മനാഫാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. മനാഫിന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയും. ചെറിയ വാഹനങ്ങൾ അതുവഴി പോയിരുന്നു, ഒരു കാർ പോയിരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരു ടാങ്കർ ലോറിയും വെള്ളത്തിലേക്ക് പതിച്ചു. അതിൻ്റെ ബുള്ളറ്റ് ഭാഗം ഒഴുകി നീങ്ങുന്നത് ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ആ വാഹനത്തിൻ്റെ ഭാഗമാണോ ഇപ്പോൾ കിട്ടിയത് എന്നതും അറിയണം. അശോക് ലെയ്ലാൻഡ്, ഭാരത് ബെൻസ് എന്നീ 2 വാഹനങ്ങളുടെയും ആക്സിൽ ഭാഗം അത് കണ്ടാൽ അത് ലോറി ഉടമയ്ക്ക് നിഷ്പ്രയാസം തിരിച്ചറിയാൻ സാധിക്കും. മനാഫ് ഇപ്പോൾ ആ തിരിച്ചറിയലിനായി ടയറിന് അടുത്തേക്ക് എത്തുകയാണ്. അത് ഇപ്പോൾ കരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പുറത്തെടുത്ത ടയർ അത് ഏത് വാഹനത്തിൻ്റെതാണ്? ഒരു ചെറിയ വാഹനത്തിൻ്റെതുപോലെയാണ് ദൂരക്കാഴ്ചയിൽ എനിക്ക് ഇവിടെ നിന്ന് തോന്നുന്നത്. അതിൽ ഒരു മറുപടി പറയേണ്ടത് മനാഫാണ്. മനാഫ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. പുറത്തെടുത്ത ടയർ അത് അർജുൻ്റെ വാഹനത്തിൻ്റെതാണോ എന്നത് തിരിച്ചറിയാൻ മനാഫ് ഇപ്പോൾ ആ ടയറിന് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അർജുൻ്റെ വാഹനത്തിൻ്റെതാണോ LPG ടാങ്കറിൻ്റെതാണോ എന്നതാണ് അറിയേണ്ടത്. നേരത്തെ കണ്ടെടുത്ത ഹൈഡ്രോളിക് ജാക്കി അർജുൻ്റെ വാഹനത്തിൻ്റെതായിരുന്നു. ഈ ടയറുകൾ അത് ഏത് വാഹനത്തിൻ്റെതാണ് എന്ന് പരിശോധിച്ചാൽ മനാഫിന് പെട്ടെന്ന് പറയാൻ കഴിയും. മനാഫ് അത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തുകയാണ്. ദീപക് മലയമ്മയും അവിടെ തന്നെയുണ്ട്. ഇതൊരു ചെറിയ വാഹനത്തിൻ്റെതാണ് എന്നാണ് ഒറ്റക്കാഴ്ചയിൽ തോന്നുന്നത്. തൻ്റെ അല്ല, അർജുൻ്റെ ട്രക്കിൻ്റെതല്ല മനാഫ് പറയുന്നു. ദീപക് മലയമ്മ, മനാഫ് പറയുന്നത് ഇത് അർജുൻ്റെ ഭാരത് ബെൻസിൻ്റെതല്ല, അതൊരു ചെറിയ വാഹനത്തിൻ്റെതാണ്. അങ്ങനെയെങ്കിൽ ഇനി അർജുൻ്റെ വാഹനം എവിടെ എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത്. കാരണം മനാഫ് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകിക്കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വാഹനമാണ്. അത് സംബന്ധിച്ച് എങ്ങനെയാണ് അതിൻ്റെ ഘടന എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായി അറിയാവുന്ന ആളുമാണ്. ഭാരത് ബെൻസിൻ്റെ ഒരു ഫ്രണ്ട് വീൽ ആണ് എങ്കിൽ, അല്ലെങ്കിൽ സെൻട്രൽ പോർഷനിലെങ്ങാണ്ട് വരുന്ന വീലാണ് എങ്കിൽ പോലും അത് അതിൻ്റെ രീതി അങ്ങനെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ മനാഫ് ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകുന്നത്. ഇനിയിപ്പോൾ മറ്റ് എവിടെയാണ് അർജുൻ്റെ ലോറി എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് വീണ്ടും കടക്കേണ്ടി വരും. ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു ഘട്ടം വരെ നമ്മളെല്ലാം മുന്നോട്ട് പോയിരുന്നത്. കൃത്യമായി ആ ഒരു വാഹനം അതിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതായിരുന്നു ആ പ്രതീക്ഷ. ആ നിലയ്ക്ക് തന്നെ ഈശ്വർ മാൽപേയിൽ നിന്നും പ്രതികരണങ്ങൾ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. തലകീഴായി കിടക്കുന്ന രീതിയിലാണ് ആ ട്രക്കിൻ്റെ ഭാഗങ്ങൾ ഉള്ളത് എന്നുള്ളതായിരുന്നു ഈശ്വർ മാൽപേ നൽകിയ ആ ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളേറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരുന്നത്. ആ വാഹനത്തിൻ്റെ ഭാഗങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു മുന്നോട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഉയർത്തി ജലനിരപ്പിന് മുകളിലേക്ക് എത്തിച്ചപ്പോൾ അത് ആ ഒരു നിരാശയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. മനാഫ് അത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കനത്ത ദീപക് അവിടെ നിന്ന് അദ്ദേഹം അല്ല എന്ന് കാണിച്ചതുപോലെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഹാൻഡ് സിഗ്നൽ അങ്ങനെയായിരുന്നു. മനാഫിന്റെ ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം എന്ന് തോന്നുന്നു. മനാഫ് തിരിച്ച് കയറി വരുമ്പോഴേക്ക് അത് അർജുൻ്റെ വാഹനത്തിന്റെ ടയറാണെങ്കിൽ മനാഫിന്റെ പ്രതികരണം കുറച്ചുകൂടി പ്രതീക്ഷാ നിർഭരമാകുമായിരുന്നു. അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് പുറത്തെടുത്ത 2 ടയറുകൾ അത് അർജുൻ്റെ ട്രക്കിൻ്റെതല്ല എന്നുള്ളതാണ് നമുക്ക് മനാഫിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. മനാഫ് ഇപ്പോൾ ആ ടയർ കണ്ടെത്തിയ ഭാഗത്തു നിന്ന് നീങ്ങുകയാണ്. ദീപക്, തുടരാം. സുജയ, മനാഫിയോട് നിന്നും താഴേക്ക് ഇറങ്ങിപ്പോകുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കാണുമ്പോൾ നമുക്ക് അത്ര കണ്ട ആ പ്രതീക്ഷയോട് കൂടിയല്ല അദ്ദേഹം താഴേക്ക് ഇറങ്ങിപ്പോയെന്ന് കൺഫേം ചെയ്യട്ടെ എന്നുള്ള മറുപടി മാത്രമാണ് നൽകിയത്. പൊതുവേ മനാഫിന് തൻ്റെ വാഹനമാണ് എന്ന്, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഭാഗമാണ് എന്ന് കണ്ടാൽ അങ്ങനെ പ്രതികരിക്കാതെ പോകുന്ന ആളല്ല. ആ പ്രതികരണങ്ങൾ എളുപ്പത്തിൽ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഡ്രഡ്ജർ അല്പം കൂടി അവിടെ നിന്നും മാറ്റിയിടാനുള്ള നീക്കങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും നേരത്തെ മാൽപേ ഒരു ഡൈവിലൂടെ കണ്ടെത്തിയിട്ടുള്ള മറ്റൊരു ബോഡി പാർട്ട് കൂടിയുണ്ട്. അവിടേക്ക് കൂടി ഒരു പക്ഷേ അത് നീക്കാൻ ഉണ്ടാകും. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് നേരത്തെ അപകടത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ടാങ്ക്
ടാങ്കറിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഭാഗങ്ങളായിരിക്കാം എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ഒരു ടയറിൻ്റെ ഘടനയൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് അനുമാനിക്കാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റ് പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം മനാഫ് തന്നെയാണ് ഔദ്യോഗികമായിട്ട് അത് സ്ഥിരീകരിച്ച് പറയേണ്ട ആൾ. അത്തരം പ്രതികരണങ്ങളിലേക്ക് പോകാമെന്ന് കരുതുകയും ചെയ്യുന്നു. ഇപ്പോൾ ആ ഡ്രജർ അവിടെ നിന്നും അല്പം കൂടി നീക്കുന്നു. ഇനി മറ്റേതെങ്കിലും പാർട്ടുകൾ അവിടെ നിന്നും വീണ്ടും ഹുക്ക് ചെയ്യാനുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട്. ട്രക്ക് തലകീഴായി കിടക്കുന്ന രീതിയിൽ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കേവലം അതിൻ്റെ ആ ഒരു ടയർ പാർട്ട് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ